ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് പാർട്ട് 3 ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ബാങ്ക് റെക്കൺസിലിയേഷൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ വിനോദ് പ്രിപ്പയർ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ മാർച്ച് 31, 2005. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ₹50,000 ക്രെഡിറ്റ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ സാധാരണഗതിയിൽ ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ക്യാഷ് ബുക്ക് ബാലൻസ് 50,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ അക്കൗണ്ടിൽ പൈസയുണ്ട്, അല്ലെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ് എന്നാണ്. കാരണം ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അതായത് ഡെബിറ്റ് സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട്. പക്ഷേ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, അതായത് നമ്മൾ ഓവർഡ്രാഫ്റ്റിലാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ഇതിന് മുമ്പുള്ള ബാങ്ക് റെക്കൺസിലിയേഷൻ്റെ പ്രോബ്ലങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ മനസ്സിലാവും ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഓവർഡ്രാഫ്റ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ കടത്തിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതിനുശേഷം ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് 6,000. അപ്പോൾ നമ്മൾ CID ഐറ്റങ്ങളിലാണോ വരുന്നത്? നിങ്ങൾ പരിശോധിക്കുക. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ CID ഐറ്റമാണ്. അതേപോലെ ദി ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്റ്റഡ് ഡിവിഡൻറ്റ് ഓഫ് 8,000 ആൻഡ് ക്രെഡിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. എന്ന് വെച്ചാൽ ബാങ്ക് ഡിവിഡൻറ്റ് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്തു അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തു. ഇതും CID ഐറ്റത്തിൽ വരുന്നതാണ്, നമ്മൾക്കറിയാം. ബാങ്ക് ചാർജസ് ഓഫ് ₹4,000 വെയർ നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ഇത് CID ഐറ്റത്തിൽ വരുന്നതല്ല, നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ചെക്സ് ഫോർ ₹7,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. അതും നമ്മുടെ CID ഐറ്റത്തിൽ വരുന്നതല്ല, നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. CID ഐറ്റത്തിൽ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ CID ഐറ്റത്തിൽ വരുത്തുള്ളൂ. എന്തൊക്കെയാണ്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ് കളക്റ്റഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ ദി കസ്റ്റമർ. ഇത് മൂന്നും മാത്രമേ CIDക്കകത്ത് വരുത്തുള്ളൂ. അപ്പം ഇവിടെ CID ഐറ്റങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രണ്ടാമത്തെ ഐറ്റവും അതേപോലെ മൂന്നാമത്തെ ഐറ്റവുമാണ് നമുക്കറിയാം. അതായത് ബിൽസ് ഡിസ്കൗണ്ടഡ് അതും CID ഐറ്റത്തിനകത്ത് വരുന്നതല്ല. അപ്പോൾ 2, 3 നമ്മളുടെ CID ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഓവർഡ്രാഫ്റ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം, വളരെ ചെറിയൊരു മാറ്റമാണ്. അതായത് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെയാണ്, പക്ഷേ ഒരു മാറ്റം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, അതായത് നമ്മൾ ഓവർഡ്രാഫ്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കോളം ഈ ഫോർമാറ്റിൽ ആദ്യത്തത് മൈനസും പിന്നീട് പ്ലസ്സും ആണ് വരുന്നത്. നമ്മൾ അതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത 2 പ്രോബ്ലങ്ങളിൽ അത് ഓവർഡ്രാഫ്റ്റ് അല്ലായിരുന്നു. ഇത് ഓവർഡ്രാഫ്റ്റ് ആയതുകൊണ്ട് ഓവർഡ്രാഫ്റ്റുകളുടെ കേസുകളിൽ നമ്മൾ ആദ്യമേ മൈനസും പിന്നീട് പ്ലസ്സും കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മ വെച്ച് വെക്കുക. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഡ്രാഫ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ആ 50,000 അവിടെ എഴുതി. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ? ഡിഡക്റ്റ് CID വെൻ സ്റ്റാർട്ട് വിത്ത് ക്യാഷ് ബുക്ക് ഓവർഡ്രാഫ്റ്റ്. അതായത് നമ്മൾ ക്യാഷ് ബുക്കിൽ സാധാരണ CID ആഡ് ചെയ്ത് തുടങ്ങാനാണല്ലേ പറയുന്നത്. പക്ഷേ ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ, ക്യാഷ് ബുക്ക് ഓവർഡ്രാഫ്റ്റിലാണെങ്കിൽ നമ്മൾ CID ഡിഡക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൻ്റെ കൂടെ CID ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ ഡിഡക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടെ ക്യാഷ് ബുക്ക് ഓവർഡ്രാഫ്റ്റിലായതുകൊണ്ട് നമ്മൾ CID ഡിഡക്റ്റ് ചെയ്യുന്നു. അതാണ് നേരത്തെ പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ നമ്മൾ CID ഐറ്റങ്ങൾ, ഇവിടെ വരുന്ന CID ഐറ്റങ്ങൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് CID ഐറ്റമാണല്ലോ, ആ കുറയ്ക്കുന്ന കോളത്തിലേക്ക് എഴുതുന്നു. അത് ഡിവിഡൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്, അതും നമ്മളുടെ CID ഐറ്റമാണ്. ഈ 2 CID ഐറ്റങ്ങൾ നമ്മൾ കുറയ്ക്കുന്നു, ബാക്കി വരുന്നതെല്ലാം നമ്മൾ കൂട്ടുന്നു. അതായത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക് കൂട്ടുന്നു. അതേപോലെ അടുത്ത ഐറ്റമായിട്ടുള്ള ചെക്ക് ഡെപ്പോസിറ്റ് നോട്ട് കളക്റ്റഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു. അതേപോലെ ബിൽ ഡിസ്കൗണ്ടഡ് ഡിസോണേഡ് നമ്മൾ ആഡ് ചെയ്യുന്നു.
അതിനുശേഷം നമ്മൾക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ വലത്തെ സൈഡിലുള്ള കോളമാണ് കൂടുതൽ, നമ്മളത് ഒന്ന് ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കൂട്ടുന്നു. അപ്പം ഏറ്റവും കൂടുതലുള്ള സൈഡ് ഏതാണ്? നമ്മളുടെ പിന്നെ വലത്തെ സൈഡ് തന്നെയാണ്. 59,900 രണ്ട് സൈഡും കൂട്ടുമ്പോൾ 59,900 വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസിൻ്റെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് 45,900. ഇതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. എന്തുകൊണ്ട്? അത് നിങ്ങൾ നമ്മളുടെ വലത്തെ കോളത്തിലാണ് ക്യാഷ് ബുക്ക് ബാലൻസ് വന്നത്, ഇടത്തെ കോളത്തിൽ പാസ്ബുക്ക് ബാലൻസ് വന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണിത്? ബാങ്ക് ബാലൻസിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ആണ്. നമ്മൾ ഓവർ ഡ്രാഫ്റ്റിൽ തുടങ്ങി ഓവർ ഡ്രാഫ്റ്റിൽ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ആലോചിക്കേണ്ടത്, ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റിലാണെങ്കിൽ CID കുറയ്ക്കുകയാണ് വേണ്ടത്, അതേപോലെ ബാക്കിയുള്ള ഐറ്റങ്ങൾ കൂട്ടുകയാണ് വേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ നോക്കുക, ചെറിയൊരു മാറ്റം മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ വിനോദ് പ്രിപ്പയർ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് as on March 31, 2005. ഇവിടെ നിങ്ങൾ നോക്കുക, ബാങ്ക് ബാലൻസ് as per പാസ്ബുക്ക് ₹40,000 ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണ പാസ്ബുക്കിന് വരേണ്ടത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മുടെ ക്യാഷ് ബുക്കിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരേണ്ടതെന്ന് നമ്മൾ സാധാരണ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പാസ്ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കുക. കാരണം ക്യാഷ് ബുക്കിൻ്റെ ഓപ്പോസിറ്റ് ബാലൻസ് ആണ് പാസ്ബുക്കിൽ കാണിക്കുന്നത്. ഇവിടെ പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റിലാണ്. പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ് കാണിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടാമത് ഒരു ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ വരികയാണ്. പക്ഷേ ഇവിടെ പാസ്ബുക്കിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലവും ഓവർ ഡ്രാഫ്റ്റ് തന്നെയായിരുന്നു, പക്ഷേ അവിടെ ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയത്. ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു. ഇവിടെ പാസ്ബുക്കാണ് തുടങ്ങിയിരിക്കുന്നത്. പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിങ്ങൾ വീണ്ടും നോട്ട് ചെയ്യുക. പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാസ്ബുക്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇനി ബാക്കി വരുന്ന ഐറ്റം നോക്കാം. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി ബാങ്ക് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ₹700 CID ഐറ്റം ആണോ? അല്ല. ഇൻട്രസ്റ്റ് ₹500 ക്രെഡിറ്റഡ് ടു ദി ബാങ്ക് ആണോ? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് CID ഐറ്റം ആണ്. നമ്മുടെ CID ഐറ്റത്തിൽ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെൻറ്റ് കളക്റ്റഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് എന്ന് പറയുന്നത് CID ഐറ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ CID ഐറ്റം ആണ്. അതിൽ ബാങ്ക് ചാർജസ് ₹400 വെയർ നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്, അത് നമ്മളുടെ CID ഐറ്റം അല്ല. ചെക്ക് ഓഫ് ₹3,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ CID ഐറ്റം അല്ല. എ ചെക്ക് ഓഫ് ₹5,000 ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എറ്റ്. കണ്ടോ? അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസൻറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ CID ഐറ്റമാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ CID ഐറ്റമായിട്ട് വരുന്ന ഏതൊക്കെയാണ്? മൂന്നാമത്തെ ഐറ്റവും അതേപോലെ തന്നെ ആറാമത്തെ ഐറ്റമാണ് നമ്മുടെ CID ഐറ്റമായിട്ട് വരുന്നത്. ഇനി നമ്മൾക്ക് വീണ്ടും ഇവിടെ നോക്കാം. പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്, അതായത് നമ്മൾ കടത്തിലാണ് എന്നർത്ഥം. നേരത്തെ നമ്മൾ കടത്തിലുള്ള അത് ക്യാഷ് ബുക്ക് ബാലൻസിലാണ് തുടങ്ങിയത്, ഇവിടെ പാസ്ബുക്ക് ബാലൻസിലാണ്. അപ്പോൾ ഫോർമാറ്റിനകത്ത് നേരത്തെ പറഞ്ഞതുപോലുള്ള വ്യത്യാസം ഇവിടെയുമുണ്ട്. നമ്മളുടെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോളം വരയ്ക്കുമ്പോൾ ആദ്യമേ മൈനസും പിന്നീട് പ്ലസ്സുമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ബാങ്ക് ബാലൻസ് as per പാസ്ബുക്ക് 40,000 ആ വലത്തെ കോളത്തിൽ എഴുതി. ബാങ്ക് ബാലൻസ് as per പാസ്ബുക്ക്. നമ്മളിവിടെ ഒരു പ്രത്യേക കാര്യം ആലോചിക്കേണ്ടത് എന്താണ്? പാസ്ബുക്ക് ബാലൻസുമായിട്ട് നമ്മൾ പാസ്ബുക്ക് ബാലൻസിൽ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ CID ആഡ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞത് പാസ്ബുക്ക് ബാലൻസിൽ യഥാർത്ഥത്തിൽ CID കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ പാസ്ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ CID നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ആലോചിക്കുക. പാസ്ബുക്ക് ബാലൻസിൽ സാധാരണഗതിയിൽ നമ്മൾ CID കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പാസ്ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ CID ആഡ് ചെയ്യുകയാണ്, നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ CID നോക്കാം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക് CID ആണല്ലോ, കൂട്ടാനുള്ള കോളം വലത്തെ കോളത്തിലേക്ക് എഴുതുന്നു. അടുത്ത CID എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസൻറ്റഡ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വലത്തെ കോളത്തിലേക്ക് എഴുതുന്നു. ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും കുറയ്ക്കുന്നു. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി ബാങ്ക്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക്, അതേപോലെ തന്നെ
ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ്, ഈ 3 ഐറ്റങ്ങൾ നമ്മൾ കുറയ്ക്കുന്നു. വീണ്ടും നമ്മൾ നോക്കുക, നമ്മളുടെ ബാലൻസ് എടുക്കുമ്പോൾ 2 സൈഡും കൂട്ടി നോക്കുക, വലത്തെ സൈഡ് തന്നെയാണ് കൂടുതൽ അല്ലേ, വലത്തെ സൈഡാണ് കൂടുതൽ. അപ്പോൾ 2 കോളത്തിൽ നിങ്ങൾ 45,500 എന്ന് എഴുതണം. ഇനി നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള 45,500 നിന്ന് ആ ഇടത്തെ സൈഡിൽ കിടക്കുന്ന 700, 400, 3000 കുറച്ച് കഴിയുമ്പോൾ വരുന്ന വ്യത്യാസമായിട്ടുള്ള 41,400 ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ഇതും ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പാസ്ബുക്കിൽ തുടങ്ങുകയാണെങ്കിൽ CAD ആഡ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ പറയുന്നത്. സമ്മറി ഇതാണ്. ക്യാഷ് ബുക്ക് നമ്മൾ സാധാരണഗതി ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ക്യാഷ് ബുക്കിനകത്ത് സാധാരണഗതിയിൽ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് എന്നാണ്, അതായത് നമ്മൾ കടത്തിലാണ് എന്നാണ്. അതായത് പാസ്ബുക്കിന് എന്ത് ബാലൻസാണ് സാധാരണഗതി ഉണ്ടാകുന്നത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്കിന് സാധാരണഗതിയിൽ ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് എന്നതുപോലെ പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് സാധാരണഗതിയിൽ വരുന്നത്. ഇനി പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നിങ്ങൾ CAD കൂട്ടണം. എന്നാൽ ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ CAD കുറയ്ക്കണം. പാസ്ബുക്കിൽ സാധാരണഗതി CAD കുറയ്ക്കുകയാണ് വേണ്ടത്, പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ CAD കൂട്ടണം. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ എറേഴ്സ് വരുമ്പോഴുള്ള റെക്ടിഫിക്കേഷനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. CAD ഐറ്റങ്ങളാണ് കൂടുതൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയാസമുള്ളവർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് ഈ പറയുന്ന ചാപ്റ്ററിൽ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇത് കൂടുതൽ മനസ്സിലാക്കി നമ്മൾ കൂടുതൽ നല്ലതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ എറേഴ്സും കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ ഈ ചർച്ചയുടെ ഒരു പരിധിക്ക് വെളിയിലായതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് എറേഴ്സ്. അതിനകത്ത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ബാലൻസ് ഓഫ് or totals of debit credits of all accounts to verify the arithmetical accuracy of posting. എന്താണ് ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുക. പോസ്റ്റിങ്ങിലെ ഗണിതപരമായ കൃത്യത പരിശോധിക്കാനായി ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസോ, അതായത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ആകെ തുകയോ ഉൾപ്പെടുത്തി ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ് ട്രയൽ ബാലൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ നമ്മൾ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പഠിച്ചു. അപ്പോൾ ഈ അക്കൗണ്ടുകൾ ബാലൻസ്, ഏതൊക്കെ അക്കൗണ്ടുകളാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അസറ്റ് അക്കൗണ്ടുകൾ, അസറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതേപോലെ ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ വരുന്ന അക്കൗണ്ടുകളാണ് അസറ്റ് അക്കൗണ്ടുകൾ. അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, ബാങ്ക് ലോണ്, അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മളുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ ക്യാപിറ്റൽ, ഈ 3 അക്കൗണ്ടുകളാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് നമ്മൾ എഴുതി എടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഈ അക്കൗണ്ട് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റലാണ്. പക്ഷേ ഇൻകം എക്സ്പെൻസ് നമ്മൾ ബാലൻസ് ചെയ്യാറില്ല, അത് കൂട്ടിയിടാറേ ഉള്ളൂ. ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡെല്ലാം കൂടെ കൂട്ടി എഴുതും, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡെല്ലാം കൂടെ കൂട്ടി എഴുതും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒന്നുകിൽ നമ്മൾ ഈ ബാലൻസ് എടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ എന്നിവയുടെ ബാലൻസ് എടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പെൻസോ ഇൻകത്തിൻ്റെയോ ടോട്ടൽ എടുത്തുകൊണ്ടോ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ഗണിതശാസ്ത്രപരമായി എത്രമാത്രം കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാനാണ്. അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു കൂടിയിട്ടുണ്ടോ എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. പൂർണ്ണമായ എല്ലാ തെറ്റുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രാഥമികമായിട്ട് തെറ്റുകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് എന്ന് മാത്രമല്ല, ഇനി നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഈ ട്രയൽ ബാലൻസ് നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടു ചെക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതായത് ഈ ഗണിതശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു കൃത്യത അളക്കുന്നതിന് വേണ്ടിയിട്ട്. ടു ലൊക്കേറ്റ് എറേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാഥമികമായി എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ട്രയൽ ബാലൻസിനെ കുറിച്ച് ട്രയൽ ബാലൻസ് എങ്ങനെയാണ് ഓരോ അക്കൗണ്ടിൽ നിന്നും ബാലൻസ് എടുത്ത് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളിവിടെ പറയുന്നില്ല. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ പറയുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഐറ്റങ്ങൾ നോക്കുക. ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ്, സാലറി, പർച്ചേസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഓപ്പണിംഗ് സ്റ്റോക്ക്, മെഷീനറി, ക്യാഷ്, ടെലിഫോൺ ചാർജസ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയേണ്ട ഒരു പ്രത്യേക കാര്യം, ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഏതെല്ലാം ടൈപ്പ് അക്കൗണ്ടുകളാണുള്ളത്? അസറ്റ് അക്കൗണ്ടുകൾ നമ്മൾക്കറിയാം. അസറ്റിനെ നമ്മൾ കൂടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റുകൾക്കെല്ലാം എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് ഇനി നമ്മൾ ട്രയൽ ബാലൻസിന് 2 സൈഡുണ്ട്. ഇനി നമ്മളിത് പറയും. ട്രയൽ ബാലൻസിന് 2 സൈഡുണ്ട്. ആ 2 സൈഡിൽ നമ്മളുടെ അസറ്റുകൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അതേപോലെ ക്യാപിറ്റൽ, അസറ്റുകൾ കഴിഞ്ഞ് അതേപോലെ അസറ്റുകൾക്കും എക്സ്പെൻസുകൾക്കും ഒരേ രീതിയാണ്. അത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? അസറ്റുകളും എക്സ്പെൻസുകളും ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻകവും ലയബിലിറ്റിയും ക്യാപിറ്റലും, ബാക്കി വരുന്നത് എന്തൊക്കെയാണ്? ഇൻകം അല്ലെങ്കിൽ നമ്മുടെ വരുമാനം, ബാധ്യതകൾ ലയബിലിറ്റീസ്, അതേപോലെ ക്യാപിറ്റൽ. ഇത് നമ്മൾ ഏത് സൈഡിലേക്കാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടത്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ഓരോ ഐറ്റങ്ങൾ ഇവിടെ എടുത്തൊന്ന് നോക്കിയാണ്. അക്കൗണ്ട് അപ്പിയർ ഇൻ ട്രയൽ ബാലൻസ്. എങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഈ ഐറ്റങ്ങൾ വരുന്നത്? ഇൻകം, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. പ്രത്യേകം ആലോചിക്കുക. ഇൻകം, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. വരുമാനവും ബാധ്യതകളും ക്യാപിറ്റലും ക്രെഡിറ്റ് സൈഡിലും, അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് സൈഡിലുമാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രയൽ ബാലൻസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതാണ് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്. ഇതിൽ 2 കോളമുണ്ട്, ഇടത്തെ കോളവും വലത്തെ കോളം അല്ലേ. ഇടത്തെ കോളത്തിൽ കാണുന്ന പർട്ടിക്കുലേഴ്സ്, പിന്നെ 2 എമൗണ്ട് കോളത്തിൽ ഇടത്തെ കോളം എന്ന് പറയുന്നത് ഡെബിറ്റ് കോളമാണ്. ഡെബിറ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? അസറ്റുകളും എക്സ്പെൻസുകളും നമ്മൾ എഴുതുന്നത് ഇടത്തെ കോളത്തിലും, അതായത് എമൗണ്ട് കോളത്തിൽ ആദ്യത്തതിലും, വലത്തേത് രണ്ടാമത് കാണുന്ന കോളം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കോളമാണ്. അവിടെ ഇൻകം, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്നീ 3 ഐറ്റങ്ങളാണ് എഴുതുന്നത്. അങ്ങനെയാണ് ഇവിടെ ഓരോ ഐറ്റങ്ങൾ നോക്കാം. ക്യാപിറ്റൽ, തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഒരു ക്രെഡിറ്റ് ഐറ്റം ആണ്. അപ്പോൾ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ആദ്യത്തെ കോളത്തിലോ രണ്ടാമത്തെ കോളത്തിലോ? രണ്ടാമത്തെ കോളത്തിൽ, കാരണം രണ്ടാമത്തെ കോളമാണ് ക്രെഡിറ്റ് ഐറ്റം എഴുതേണ്ടത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ഇപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡിനെ കുറിച്ച് എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം നമുക്ക് വരുമാനമായിരിക്കും, അങ്ങോട്ട് കൊടുക്കുന്നത് എക്സ്പെൻസും ആയിരിക്കും സാധാരണഗതിയിൽ. ഇപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനമാണ്, ഇൻകമാണ്. ഏത് സൈഡ് എഴുതണം? ഡെബിറ്റോ ക്രെഡിറ്റോ? അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതണം. അടുത്തത് റെൻറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ, വാടക എന്ന് മാത്രം പറഞ്ഞാൽ വാടക കൊടുത്തത് എന്നാണ് അർത്ഥം. റെൻറ്റ് കിട്ടുകയാണെങ്കിൽ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞേനെ. വാടക കൊടുത്തു എന്നുള്ളെങ്കിൽ റെൻ്റ് എന്ന് മാത്രമേ സാധാരണഗതി പറയാറുള്ളൂ. അങ്ങോട്ട് കൊടുക്കുന്നതല്ല എക്സ്പെൻസ് ആവാനുള്ള സാധ്യതയുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ റെൻറ്റ്, വാടക എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെൻസ് ആയിരിക്കും എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്, ഇടത്തെ സൈഡിൽ. അടുത്ത സാലറി, ശമ്പളം നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും എന്താണ്? എക്സ്പെൻസാണ്. സാലറി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും അത് എക്സ്പെൻസാണ്, ഡെബിറ്റ് സൈഡിൽ വരുന്നു. പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്, സാധനങ്ങൾ വാങ്ങുന്നു, അത് തീർച്ചയായിട്ടും എന്താണ്? നമ്മളുടെ ചിലവാണ്. അപ്പോൾ അതെങ്കിൽ എക്സ്പെൻസ് ആണ്, എവിടെ എഴുതണം? ഇടത്തെ സൈഡിൽ, അല്ലെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ എഴുതണം. അടുത്തത് ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അസറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ ഇന്ന് സാധനം കടം വാങ്ങിക്കൊണ്ട് പോയവരാണ് ഡെപ്റ്റേഴ്സ്. നമ്മളുടെ ഇന്ന് സാധനം കടം വാങ്ങിക്കൊണ്ട് പോയ ആൾക്കാർ ഡെപ്റ്റേഴ്സ്. അവരെന്ന് പറയുന്നത് നമ്മളുടെ അസറ്റാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതണം? ഇടത്തെ കോളത്തിൽ എഴുതണം. കാരണം അസറ്റും എക്സ്പെൻസും ഇടത്തെ കോളത്തിലാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറയും. എന്താണ് ക്രെഡിറ്റേഴ്സ്? ഡെപ്റ്റേഴ്സ് പോലെ തന്നെ ക്രെഡിറ്റേഴ്സ് നമ്മൾ സാധനം വാങ്ങുന്നവർ, നമ്മൾ
ആരുടെ കയ്യിൽ നിന്നാണോ സാധനം കടം വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് സാധനം കടം തരുന്ന വ്യക്തികളാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾക്ക് സാധനം കടം തരുന്ന വ്യക്തികൾ, അത് നമ്മളുടെ ബാധ്യതയാണല്ലോ അല്ലേ. നമ്മൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുള്ള വ്യക്തികളാണ് ക്രെഡിറ്റേഴ്സ്. അപ്പം നമ്മളുടെ ബാധ്യതയാണ് അല്ലേ. നമ്മൾ അങ്ങോട്ട് ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളുടെ ബാധ്യതയായി മാറുമല്ലോ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്നത് ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ സൈഡ് എഴുതാം ഇൻകവും ക്യാപിറ്റലും അതേപോലെ ലയബിലിറ്റീസും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, വലത്തേ കോളത്തിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ വലത്തേ കോളത്തിലേക്ക് എഴുതുന്നു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബാങ്കിൽ നിന്ന് നിങ്ങൾ കടമെടുത്തിരിക്കുന്നു. എവിടെയാണ് എഴുതേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ എഴുതേണ്ടത് ബാധ്യതയായതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അടുത്തത് പർച്ചേസ് റിട്ടേൺ. പർച്ചേസിൻ്റെ ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് കുറയാൻ കാരണമായിട്ടുള്ളതാണ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് നിങ്ങൾ ഡെബിറ്റ് അല്ലേ ചെയ്ത് നോക്കൂ. അവിടെ പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് 20,000. അപ്പോൾ പർച്ചേസ് റിട്ടേൺ തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എന്തായിരിക്കും പർച്ചേസ് റിട്ടേൺ? ക്രെഡിറ്റ് ആയിരിക്കും. ഇപ്പം പർച്ചേസ് റിട്ടേൺ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു 1000. അതേപോലെ സെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ വരുമാനമാണ് അല്ലെങ്കിൽ ഇൻകമാണ് അല്ലേ. വിറ്റ് കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം ആണല്ലോ. അപ്പോൾ അതെന്താണ്? വരുമാനമാണല്ലോ. ഇൻകം എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. എഴുതുന്നു. ഇനി അടുത്തത് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസിൻ്റെ ഓപ്പോസിറ്റാണ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് കുറയാൻ കാരണമായതായ ഐറ്റമാണ് സെയിൽസ് റിട്ടേൺ, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസ് റിട്ടേൺ. അടുത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരുന്ന സ്റ്റോക്കിൻ്റെ ബാക്കിയാണ്. സ്റ്റോക്കിൻ്റെ ബാക്കി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ അസറ്റായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റാണ്, നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. മെഷീനറി നമ്മൾക്കറിയാം. മെഷീനറി എന്ന് പറയുന്നത് മെഷീനുകൾ നമ്മുടെ അസറ്റാണല്ലേ, ആസ്തിയാണല്ലോ. ആസ്തിയിൽ വരുന്നതാണ് മെഷീനറി. അപ്പോൾ നമ്മളുടെ മെഷീനറി എന്ന് പറയുന്നതിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അസറ്റുകളും എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണല്ലോ. അസറ്റിനെ എന്താ ചെയ്യേണ്ടത്? അസറ്റിനെ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ടെലഫോൺ ചാർജസ് എന്ന് പറയുന്നത് ടെലഫോണിന് വേണ്ടി നമ്മൾ മുടക്കിയ പണം, തീർച്ചയായിട്ടും എന്താണ്? അത് എക്സ്പെൻസ് ആണ്. ടെലഫോൺ ചാർജസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഈ രണ്ട് സൈഡും നമ്മൾ ഇനി കൂട്ടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് സൈഡും തുല്യമായിട്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസിന് കൃത്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ആയിട്ട് അങ്ങോട്ടോ മാറിപ്പോവുകയാണെങ്കിൽ ട്രയൽ ബാലൻസ് കൃത്യമാകില്ല. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 5-6 ഐറ്റം തന്നതിന് ശേഷം ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ക്യാപിറ്റലും അതേപോലെ ഇൻകവും, അതായത് സെയിൽസ്, ബാക്കിയുള്ള റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അങ്ങനെയൊക്കെയുള്ള ഇൻകവും അതേപോലെ തന്നെ ലയബിലിറ്റീസ്, ബാധ്യതകൾ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റുകൾ മെഷീനറി, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്യാഷ്, ബാങ്ക് അങ്ങനെയൊക്കെ വരുന്ന അസറ്റുകളും അതേപോലെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, അതേപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് കൊടുക്കുക, ഇൻട്രസ്റ്റ് പെയ്ഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രയൽ ബാലൻസ് ഇതേ രീതിയിൽ രണ്ട് സൈഡ് ബാലൻസ് ആയിട്ട് കിട്ടുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. അതായത് നമ്മൾക്കറിയാം അക്കൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബാലൻസ് ഷീറ്റുകൾ, നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ റെക്കോർഡിംഗ് മുതൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്, അതായത് ജേണലുകളിൽ രേഖപ്പെടുത്തുന്നത് മുതൽ അവസാനം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് വരെ ഒരുപാട് തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾക്ക് വരാറുണ്ട്. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നിടം വരെയുള്ള മിസ്റ്റേക്കുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത് വരെ നമ്മൾക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അങ്ങനെ നമ്മൾ ആ മിസ്റ്റേക്കുകളെ അല്ലെങ്കിൽ ആ തെറ്റുകളെ നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ 4 തരത്തിലുള്ള തെറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇങ്ങനെ 4 തരത്തിലാണ് നമുക്ക് എറേഴ്സ് ഉള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. എന്താണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ അല്ലെങ്കിൽ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എറർ ഓഫ് കമ്മീഷൻ അറൈസിംഗ് ഫ്രം ദി ഫോളോയിങ് റീസൺസ്. താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ സംഭവിക്കുന്നത്. അതായത് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന തെറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റോങ് പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ടു ലെഡ്ജർ അക്കൗണ്ട്. നമ്മൾക്കറിയാം നമ്മൾക്ക് ജേണലുകളുണ്ട് അല്ലെ. ജേണലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജേണലുകൾ, ഡേ ബുക്കുകളുണ്ട്. ഈ ഡേ ബുക്കുകൾ നമ്മൾ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടുകളിൽ നിങ്ങൾ തെറ്റായ രീതിയിൽ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അതൊരു എറർ ഓഫ് കമ്മീഷനാണ്. റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ് ഓഫ് ലെഡ്ജേഴ്സ്. അതായത്
നമ്മൾ ഈ പറയുന്ന ലെഡ്ജറുകൾ തെറ്റായി കൂട്ടിയെടുക്കുക, ബാലൻസ് ചെയ്യുമ്പോൾ പിഴവ് വരുത്തുക, ഇത് എറർ ഓഫ് കമ്മീഷനാണ്. ഡേ ബുക്കുകൾ തെറ്റായി കൂട്ടി എഴുതുക, അതായത് നമ്മളുടെ ഡേ ബുക്ക് എന്ന് പറയുന്നത് റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡിയറി ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ബുക്കുകൾ തെറ്റായി കൂട്ടി എഴുതുക എന്ന് പറയുന്ന ആ ഒരു സംഗതി. അതേപോലെ തന്നെ റോങ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഡേ ബുക്കുകൾ തെറ്റായ രീതിയിൽ ട്രാൻസാക്ഷൻ എഴുതി ചേർക്കുക. അപ്പോൾ എന്തൊക്കെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്? ലെഡ്ജറുകളിൽ തെറ്റായ തുകകൾ പോസ്റ്റ് ചെയ്യുക, അതായത് നിങ്ങൾ അക്കൗണ്ടുകളിലേക്ക് തെറ്റായ കാര്യങ്ങൾ ജേണൽ കറക്റ്റായിട്ട് എഴുതി പക്ഷേ അക്കൗണ്ടിലേക്ക് എഴുതുമ്പോൾ തെറ്റുകൾ വരുത്തുക, ലെഡ്ജറുകൾ തെറ്റായിട്ട് കൂട്ടിയിടുക, അക്കൗണ്ടുകൾ കൂട്ടിയെടുക്കുമ്പോൾ അതേപോലെ ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റ് വരുത്തുക, ഡേ ബുക്കുകൾ അതായത് നമ്മളുടെ ജേണലുകൾ, ഡേ ബുക്കുകൾ എന്ന് പറയുമ്പോൾ ജേണലുകളാണ്, ജേണലുകളിൽ തെറ്റായി കൂട്ടി എഴുതുക, അതേപോലെ തന്നെ ജേണലുകളിൽ അല്ലെങ്കിൽ ഡേ ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ പിഴവുകൾ വരുത്തുക. ഇതൊക്കെയാണ് എറർ ഓഫ് കമ്മീഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്ന ഇത്രയും റീസൺസ് ആണ്, ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഇനി അടുത്തത് എറർ ഓഫ് ഒമിഷൻ ആണ്, എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ്. എന്തുകൊണ്ടാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ? ഒമിഷൻ എന്ന് പറയുമ്പോൾ വിട്ടുകളയുക അല്ലെങ്കിൽ വിട്ടുകളയൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ മേ ബി ഒമിറ്റഡ് വൈൽ റെക്കോർഡിംഗ് ഓർ പോസ്റ്റിംഗ് ഇഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ transactions are completely omitted to record in the books of original entry, it is the case of complete omission. If a transaction is partly omitted while posting, it is the case of partial omission. അതായത് ഇതാണ് പറയുന്നത്, ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഇടപാടുകൾ പൂർണ്ണമായിട്ട് അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ സമ്പൂർണ്ണമായി വിട്ടുകളയുന്നതായി, അങ്ങനെയാണെങ്കിൽ അതിനെ സമ്പൂർണ്ണമായ വിട്ടുകളയലായി കണക്കാക്കാം. അതായത് കംപ്ലീറ്റ് ഒമിഷൻ. സമ്പൂർണ്ണമായ വിട്ടുകളയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒമിഷൻ. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ ഡേ ബുക്കുകളിൽ എഴുതാൻ വിട്ടുപോയി. ഡേ ബുക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, അങ്ങനെയുള്ള ഡേ ബുക്കുകൾ. ഈ ഡേ ബുക്കുകളുടെ പ്രത്യേകത എന്താണ്? അപ്പം അത് നമ്മൾ ജേണലാണ്. അതായത് പറഞ്ഞാൽ പർച്ചേസ് ഡേ ബുക്കിൽ നിങ്ങൾ എഴുതാൻ വിട്ടുപോയി, അതായത് നമ്മൾ ബിജുവിൻ്റെ കയ്യിൽ നിന്ന് സാധനമാകെ നമ്മൾ എഴുതാൻ വിട്ടുപോയി. അങ്ങനെ എഴുതാൻ വിട്ടുപോയി എന്താ സംഭവിക്കുക? രണ്ട് അക്കൗണ്ടുകൾക്ക് അവിടെ വീഴ്ച സംഭവിക്കുക. ഏതൊക്കെ അക്കൗണ്ടുകൾക്കാണ്? ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, ബിജുവിൻ്റെ സാധനം വാങ്ങുമ്പോൾ പർച്ചേസ് വരുമല്ലോ, അതിൽ ബിജു അക്കൗണ്ട്. അങ്ങനെ 2 അക്കൗണ്ടുകൾക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് അവിടെ പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകളയലാണ്. എന്ന് വെച്ചാൽ അവിടെ രേഖപ്പെടുത്തിയതേ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഒമിഷനാണ്, സമ്പൂർണ്ണമായ വിട്ടുകളയലാണ്. എന്നാൽ പാർഷ്യൽ ഒമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ലെഡ്ജറുകളിലാണ് ഇത്. അതായത് നമ്മൾ ഡേ ബുക്കുകളിൽ എഴുതി വെച്ചു, നമ്മൾ ബിജുവിൻ്റെ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന പർച്ചേസ് ഡേ ബുക്കിൽ എഴുതി വെച്ചു, പർച്ചേസ് ഡേ ബുക്കിൽ എഴുതി വെച്ചു. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റായി. പക്ഷേ ഇത് പിന്നീട് നമ്മൾ ലെഡ്ജറുകളിലേക്ക് മാറ്റണം അല്ലേ? ഡേ ബുക്കുകളിൽ എഴുതിയാൽ പിന്നീട് ലെഡ്ജറിൽ മാറ്റണ്ടേ? ഡേ ബുക്കുകളിൽ നിന്ന് പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ എഴുതി. ഈ പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ എങ്ങോട്ടൊക്കെ മാറ്റി എഴുതണമെന്ന് അറിയാമോ? ഏതൊക്കെ അക്കൗണ്ടിലേക്ക് എഴുതണം? പർച്ചേസ് അക്കൗണ്ടിലും ബിജുവിൻ്റെ അക്കൗണ്ടിലേക്കും എഴുതണം, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് അങ്ങ് വിട്ടുപോയി. അതായത് പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതി വെച്ചു, പക്ഷേ ഈ പറയുന്ന ബിജുവിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ വിട്ടുപോയി. അങ്ങനെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചയാണ് ഭാഗികമായ വിട്ടുകളയൽ അല്ലെങ്കിൽ പാർഷ്യൽ ഒമിഷൻ. അപ്പോൾ എന്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം? ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഡേ ബുക്കുകൾ എന്ന് വെച്ചാൽ ജേണലുകളിൽ നിങ്ങൾ വിട്ടുകളയുകയാണെങ്കിൽ എന്താണത്? കംപ്ലീറ്റ് ഒമിഷനാണ്, സമ്പൂർണ്ണമായ വിട്ടുകളയലാണ്. എന്നാൽ ലെഡ്ജറുകൾ എന്ന് വെച്ചാൽ എന്താണ്? അക്കൗണ്ടുകളിൽ വിട്ടുകളയുന്നതാണ്. അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ അത് പാർഷ്യൽ ഒമിഷൻ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പം കംപ്ലീറ്റ് ഒമിഷൻ നടക്കുന്നത് സാധാരണഗതിയിൽ എവിടെയാണ്? ഡേ ബുക്കുകളിലും അല്ലെങ്കിൽ ജേണലുകളിലും. പാർഷ്യൽ ഒമിഷൻ ഭാഗികമായിട്ടുള്ള വിട്ടുകളെ നടക്കുന്നത് എവിടെയാണ്? ലെഡ്ജറുകളിലും അല്ലെങ്കിൽ അക്കൗണ്ടുകളിലുമാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് വെക്കുക. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് 3ാമത്തെ ടൈപ്പ് എററാണ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. This errors arising from the incorrect classification of expenditure or receipt between capital and revenue. Example, purchase of furniture for office use is recorded in the purchase account. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്പെൻസുകളും ഇൻകവും തരംതിരിക്കുന്നതിൽ അല്ലെങ്കിൽ എക്സ്പെൻസുകളും അസറ്റുകളും തരംതിരിക്കുന്നതിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻകവും ലയബിലിറ്റിയും തരംതിരിക്കുന്നതിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ. അതായത് ഇപ്പം നമ്മൾ ഫർണിച്ചർ വാങ്ങി, നമ്മൾക്ക് ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി ഫർണിച്ചർ വാങ്ങി. അതെന്താണ്? ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി ഫർണിച്ചർ വാങ്ങി എന്താണ് നമുക്കറിയാം. അങ്ങനെ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ്, ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി വാങ്ങുകയാണ്. പക്ഷേ അത് നിങ്ങൾ പർച്ചേസിൽ എഴുതി വെച്ചു, പർച്ചേസ് ഓഫ് ഗുഡ്സിൽ എഴുതി വെച്ചു. പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതാണ് പർച്ചേസ് അക്കൗണ്ട്. നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതി വെച്ചു. അപ്പോൾ ഫർണിച്ചർ വാങ്ങിയിട്ട് അത് പർച്ചേസ് അക്കൗണ്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിനൊന്നും ഒരു പ്രശ്നമൊന്നും പറ്റത്തില്ല. പക്ഷെ എന്താണ്, നിങ്ങൾ ഒരു ഒരു അക്കൗണ്ടിങ് തത്വത്തെയാണ് നിങ്ങൾ വയലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവഗണിച്ചത്. അക്കൗണ്ടിങ് തത്വം എന്താണ്? അസറ്റുകളെയും എക്സ്പെൻസുകളെയൊക്കെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റുവരുത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ സംഭവിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ഓഫ് ഫർണിച്ചറിനെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി അടുത്തതായിട്ട്, അപ്പം അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് എറർ എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് എറർ ആണ്. എന്താണ് കോമ്പൻസേറ്റിംഗ് എറർ? വെൻ 2 or more errors are committed in such way that the net effect of errors on the debit and credit of accounts is nil എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെറ്റുവരുത്തി, ഒന്നിലധികം അക്കൗണ്ടുകളിൽ തെറ്റുവരുത്തി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ തെറ്റുകൾ പരസ്പരം മറയ്ക്കുകയാണ്, പരസ്പരം റദ്ദ് ചെയ്തു പോവുകയാണെങ്കിൽ അവയെ നമുക്ക് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയാം. അതായത് ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പർച്ചേസ് അക്കൗണ്ട് നിങ്ങൾ കൂട്ടിയപ്പോൾ 100 രൂപ അധികമായി കൂട്ടി. അതായത് 1000 രൂപയാണ് പർച്ചേസ് അക്കൗണ്ട് വേണ്ടത്, നിങ്ങൾ 1100 കൂട്ടി എഴുതി വെച്ചു. അതേപോലെ അപ്പം എന്താണ്, 100 രൂപയുടെ തെറ്റ് അവിടെ എന്തായാലും വന്നിട്ടുണ്ട് അല്ലേ? 100 രൂപ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൂടി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയുമോ? വേറൊരു അക്കൗണ്ട് കൂട്ടി, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് സാധാരണ ഡെബിറ്റ് അക്കൗണ്ടാണ്. അത് നിങ്ങൾ കൂട്ടിയപ്പോൾ 100 രൂപ കുറച്ചു. അതായത് ഒരു ഡെബിറ്റ് അക്കൗണ്ട് കൂട്ടിയപ്പോൾ നിങ്ങൾ 100 രൂപ കൂട്ടി എഴുതി, മറ്റൊരു ഡെബിറ്റ് അക്കൗണ്ട് എഴുതിയപ്പോൾ 100 രൂപ കുറച്ചെഴുതി. അതായത് ഡെബിറ്റ് സൈഡിൽ ഒരിടത്ത് 100 രൂപ കൂടി, വേറൊരിടത്ത് 100 രൂപ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഫലത്തിൽ ഈ തെറ്റ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഒരിടത്ത് 100 രൂപ കൂടി, ഒരിടത്ത് 100 രൂപ കുറഞ്ഞു. അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയി, പരസ്പരം റദ്ദ് ചെയ്ത് പോയി. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് പരസ്പരം റദ്ദ് ചെയ്തു പോകുന്ന, അതായത് ഒരു ഡെബിറ്റ് ഒരു സൈഡിൽ കൂടിയാണെങ്കിൽ, ഡെബിറ്റ് ഒരിടത്ത് കൂടിപ്പോയിട്ടെങ്കിൽ ഒന്നുകിൽ മറ്റൊരിടത്ത് ഡെബിറ്റ് കുറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടിപ്പോവുക. അപ്പം ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഉണ്ടാകുന്ന തെറ്റുകൾ മറ്റുള്ള ഏതെങ്കിലും ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഉണ്ടാകുന്ന തെറ്റ് മൂലം അതങ്ങ് ഇല്ലാതായി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറയ്ക്കപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിലേക്ക് പോവുക. എങ്ങനെയാണ്? ഇവിടെ ഇത് 4 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മൾ വളരെ ഡീപ്പായിട്ടൊന്നും ഇതിലേക്ക് പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറയേണ്ടത്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ട്രയൽ ബാലൻസ് കൂട്ടുമ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തുല്യമാണ്. നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ, ചെയ്തു നോക്കിയതാണ്. അപ്പോൾ എൻ്റെ 2 സൈഡും തുല്യമാകണം. ഈ തുല്യമാകാൻ അപ്പം ചില തെറ്റുകൾ മൂലം ഈ പറയുന്ന ഡെബിറ്റും ക്രെഡിറ്റും വ്യത്യാസപ്പെടും. പക്ഷെ ചില തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റിനും വ്യത്യാസം ഉണ്ടാവില്ല, 2 സൈഡും ഒരുപോലെ ഇരിക്കും. അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ട്രയൽ ബാലൻസിന് വ്യത്യാസം വരുത്താത്ത തെറ്റുകൾ. അതായത് നമ്മൾ 2 സൈഡും കൂട്ടി നോക്കുമ്പോൾ ഒരേപോലെ തന്നെ ഇരിക്കും, തെറ്റുകളൊന്നും വരുത്താത്ത, അല്ലെങ്കിൽ ഈ ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കാത്ത തെറ്റുകൾ. അതായത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടുമ്പോൾ വ്യത്യാസം ഉണ്ടാകാത്ത, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാക്കാത്ത തെറ്റുകളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസം ഉണ്ടാകില്ല? അപ്പം ഈ ട്രയൽ ബാലൻസിൽ തെറ്റ് വരുത്താത്ത, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് കൂട്ടുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാത്ത എററുകളെ 2 സൈഡഡ് എറേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് 2 അക്കൗണ്ടുകളിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് മൂലമാണ്, 2 അക്കൗണ്ടുകളിൽ ഒരേപോലെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിന് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. അതായത് 2 സൈഡും ഒരേപോലെ ഇരിക്കും, എന്നാൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ട് താനും. അപ്പം ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കാത്ത ഈ തെറ്റുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതേ 2 സൈഡഡ് എറേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 അതിലധികമോ അക്കൗണ്ടുകളെ ബാധിക്കുകയും ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് ഡെബിറ്റ് സന്തുലനാവസ്ഥ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്ന തെറ്റുകളാണ് ഈ പറയുന്ന 2 സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത തെറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം, ഏതൊക്കെയാണ് ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത തെറ്റുകൾ, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കാത്ത തെറ്റുകൾ? എറർ ഓഫ് പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടുകൾ വർഗീകരിക്കുന്നതിലുള്ള തെറ്റ്, അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്നതിനെ നമ്മൾ അസറ്റായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ അസറ്റിനെ പർച്ചേസ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിന് സംഗതി തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിനെ അത് ബാധിക്കില്ല. എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ, അതായത് പൂർണ്ണമായിട്ട് നമ്മൾ ഏതെങ്കിലും ഇടപാട് ഡേ ബുക്കുകളിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബുക്കുകളിൽ രേഖപ്പെടുത്താൻ, അതായത് നമ്മുടെ ജേണലിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി, അക്കൗണ്ടിലല്ല
അക്കൗണ്ടിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടായിരിക്കും മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ ഡേ ബുക്കുകളിൽ എഴുതാൻ വിട്ടുപോയി എന്നുള്ള അത് നമ്മളുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, പരസ്പരം റദ്ദ് ചെയ്തു പോകുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിന് പ്രശ്നമൊന്നും കാണത്തില്ല. കാരണം ഒരിടത്ത് കൂടും മറ്റൊരിടത്ത് കുറഞ്ഞുകൊള്ളും, അങ്ങനെ ആ പ്രശ്നം അങ്ങ് മാറിക്കോളും. അപ്പം അങ്ങനെ കോമ്പൻസേറ്റിംഗ് എറർ വരികയാണെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിന് പ്രശ്നമൊന്നും കാണത്തില്ല. അതേപോലെ സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്ക് അല്ലെങ്കിൽ ജേണലിൽ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ, അതായത് നമ്മൾ ഏതെങ്കിലും സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്ക്, അതായത് നമ്മുടെ ജേണലുകളിൽ നമ്മൾ എഴുതുന്ന ഏതെങ്കിലും എമൗണ്ട് മാറിപ്പോയി, എഴുതുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ് പറയുന്നത്. റെക്കോർഡ് ചെയ്യുമ്പോൾ, അതായത് ഏതെങ്കിലും എഴുതി ചേർക്കുമ്പോൾ, ഡേ ബുക്കുകൾ എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ ജേണലുകളിൽ എഴുതി ചേർക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് വന്നാൽ അതും ഏതിനെ ബാധിക്കുകയില്ല, നമ്മളുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള തെറ്റുകളാണ് നമ്മളുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത തെറ്റുകൾ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, അതേപോലെ സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്ക് അല്ലെങ്കിൽ ജേണൽ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ, ഇവയൊക്കെ നമ്മളുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കുകയില്ല. ഇനി നമ്മൾ നോക്കുന്നത് ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് വിച്ച് അഫക്റ്റ് ദി ട്രയൽ ബാലൻസ്. സച്ച് ടൈപ്പ് ഓഫ് എറേഴ്സ് അഫക്റ്റ് വൺ അക്കൗണ്ട് ഓർ effect of such errors affect trial balance agreement. Such type of errors are mainly of errors of commission and partial omission. അതായത് ഏതെങ്കിലും തെറ്റ് മൂലം ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രമേ തെറ്റ് വരുന്നുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള ഒമിഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിനെ അത് ബാധിക്കും. അതായത് അക്കൗണ്ടുകളിൽ ഏകപക്ഷീയമായി ബാധിക്കുന്ന, ഒരു അക്കൗണ്ടിൽ മാത്രം ഉണ്ടാകുന്ന തെറ്റുകൾ നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ സന്തുലനാവസ്ഥയെ ബാധിക്കും. അതായത് ഒരു സൈഡിലെ ക്രെഡിറ്റ് മാത്രം കൂടിപ്പോയി, അല്ലെ ഒരു സൈഡിലെ ഡെബിറ്റ് മാത്രം കൂടിപ്പോയി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് കൂട്ടുമ്പോൾ അത് ബാലൻസ് ആവില്ല, രണ്ട് സൈഡും തുല്യമാകില്ല. അതായത് നമ്മൾ ഒരു അക്കൗണ്ടിൽ, നമ്മൾ ഡേ ബുക്കുകളിലല്ല, ഡേ ബുക്ക് എന്ന് പറയുന്ന ജേണലിലാണ്, ഏതെങ്കിലും ലെഡ്ജറിൽ തെറ്റായി രേഖപ്പെടുത്തുക. ഡേ ബുക്കുകളിൽ തെറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നമ്മൾ ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല, അത് നമ്മൾ പ്രത്യേകം ആലോചിക്കുക. അതായത് ഡേ ബുക്ക് എന്ന് വെച്ചാൽ ജേണൽ അല്ലേ, ആദ്യമായിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ എഴുതുന്നത്. ജേണലിൽ എഴുതുമ്പോൾ എന്താ ബാധിക്കാതിരിക്കാൻ കാരണം ജേണലിൽ എഴുതുമ്പോൾ രണ്ട് അക്കൗണ്ടിനെ ഒരേപോലെ ബാധിക്കും. അതായത് നമ്മളിപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുന്നത് 500 എന്നുള്ള 50 എന്ന് എഴുതി വെച്ച് നോക്കുക പർച്ചേസ് ഡേ ബുക്കിൽ. അങ്ങനെയാണ് ഏതൊക്കെ തെറ്റും, പർച്ചേസ് അക്കൗണ്ടും ക്രെഡിറ്റർ അക്കൗണ്ടും ഒരേപോലെ തെറ്റും. അതായത് ഡേ ബുക്കുകളിൽ നമ്മൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. ഡേ ബുക്കുകളിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ജേണലിൽ എഴുതുമ്പോൾ നമുക്കറിയാം, ജേണൽ എപ്പോഴും രണ്ട് അക്കൗണ്ട് ചേർന്നതാണല്ലോ. നമ്മൾ ജേണൽ എൻട്രി എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ജേണൽ എൻട്രിയിൽ എപ്പോഴും രണ്ട് അക്കൗണ്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് അക്കൗണ്ടിനെ ഒരേപോലെ ബാധിക്കുന്നതുകൊണ്ട് ഡേ ബുക്കുകളിൽ തെറ്റായിട്ട് എഴുതിയാൽ ബാധിക്കില്ല. പക്ഷേ നിങ്ങൾ അക്കൗണ്ടിൽ തെറ്റായിട്ട് എഴുതിയാൽ, അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിങ്ങൾ തെറ്റായിട്ട് എഴുതി, പർച്ചേസ് അക്കൗണ്ടിൽ കറക്റ്റായിട്ട് എഴുതി, പക്ഷേ ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിൽ വേറെ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രം തെറ്റ് വരികയാണെങ്കിൽ എന്താണ്, നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും. അതേപോലെ തന്നെ പിന്നെ ലെഡ്ജറുകളിൽ പോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഏതെങ്കിലും ഒരു അക്കൗണ്ട് വിട്ടുപോയി, ഏതെങ്കിലും അക്കൗണ്ട് നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്, അക്കൗണ്ടിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിനെ ബാധിക്കും. ഇനി നിങ്ങൾ വേറൊരു പ്രത്യേക ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അക്കൗണ്ടിൻ്റെ തെറ്റായ വശത്ത് പോസ്റ്റ് ചെയ്യുക. അതായത് ഡെബിറ്റ് സൈഡ് എഴുതുന്നതിന് വരെ ക്രെഡിറ്റ് സൈഡ് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും. അതേപോലെ തന്നെ അക്കൗണ്ടുകൾ തെറ്റായി കൂട്ടിയെടുക്കുക, നമ്മുടെ അക്കൗണ്ടുകൾ കൂട്ടിയെടുക്കുന്നതിലുള്ള മിസ്റ്റേക്ക്, അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക്, ഇതെല്ലാം ട്രയൽ ബാലൻസിനെ ബാധിക്കും. അപ്പോൾ അക്കൗണ്ടുകൾ കൂട്ടി എഴുതുമ്പോഴുള്ള മിസ്റ്റേക്ക്, അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്ക്, അക്കൗണ്ടിൻ്റെ തെറ്റായ സൈഡിൽ എഴുതുമ്പോഴുള്ള മിസ്റ്റേക്ക്, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ പാർഷ്യൽ ഒമിഷൻ, ഈ കേസുകളിലെല്ലാം നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും. അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തുല്യമാകില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റ് തിരുത്തുമ്പോൾ അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ തെറ്റ് തിരുത്താൻ നമ്മൾ ജേണൽ എൻട്രി പാസ്സാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അവിടെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അവിടെ കൊണ്ടുവരിക. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമാണ് തെറ്റ് വരുന്നതെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ വേണ്ടി ഒരു അക്കൗണ്ട് അവിടെ കൊണ്ടുവരും. ആ അക്കൗണ്ടിനെ സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളിവിടെ വിശദമായിട്ട് പറയുന്നില്ല, നമ്മൾ പ്രോബ്ലം സൈഡിലേക്കാണ് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ എറേഴ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ തെറ്റുകൾ എങ്ങനെയാണ് തിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ ആദ്യത്തത് ഇല്ലസ്ട്രേഷൻ 1 ഇതാണ്. റെക്ടിഫൈ ദി ഫോളോയിങ് എറേഴ്സ്. താഴെ പറയുന്ന തെറ്റുകൾ തിരുത്തുക. ഏതൊക്കെയാണ് തെറ്റുകൾ? ക്രെഡിറ്റ് സെയിൽസ് ടു. അപ്പം ഇവിടെ തെറ്റുകൾ എന്തെല്ലാം മിസ്റ്റേക്കുകളാണ് പറ്റിയെന്നാണ് നിങ്ങൾക്ക് പറയുന്നത്. ക്രെഡിറ്റ് സെയിൽസ് ടു ബിനു വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി സെയിൽസ് ബുക്ക് ₹4,000. അതായത്
നിങ്ങളുടെ സെയിൽസ് ഡേ ബുക്കിൽ എഴുതി ചേർത്തില്ല. ബിനുവിന് 4000 രൂപയുടെ സാധനം നമ്മൾ വിറ്റെങ്കിലും അത് നിങ്ങളുടെ സെയിൽസ് ഡേ ബുക്കിൽ എഴുതി ചേർത്തില്ല. അതായത് നിങ്ങളുടെ ജേണലിൽ നിങ്ങൾ വിട്ടുപോയി. ജേണലിൽ അല്ലെങ്കിൽ ഡേ ബുക്കിൽ വിട്ടുപോകുന്നതിന് എന്താ പറയുന്നത്? നമ്മൾ കംപ്ലീറ്റ് ഒമിഷൻ എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ഒമിഷൻ. ഡേ ബുക്കിൽ എഴുതാൻ വിട്ടുപോയി അല്ലെങ്കിൽ ജേണലിൽ എഴുതാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ഒമിഷനാണ്. രണ്ടാമത്തെ, ക്രെഡിറ്റ് സെയിൽസ് ബിനു വാസ് omitted to be posted in the sales account ₹2000. അതായത് ബിനുവിന് സാധനം കൊടുത്തു, ക്രെഡിറ്റ് സെയിൽസ് നടത്തി, പക്ഷെ അത് omitted to be posted സെയിൽസ് അക്കൗണ്ടിൽ വിട്ടുപോയി എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കൂ, ആദ്യത്തെ സെയിൽസ് ഡേ ബുക്കിൽ വിട്ടുപോയി, നോട്ട് റെക്കോർഡഡ് ഇൻ ദി സെയിൽസ് ഡേ ബുക്ക് എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, രണ്ടാമത് പറഞ്ഞ സെയിൽസ് അക്കൗണ്ടിൽ വിട്ടുപോയി എന്നാണ്. ഡേ ബുക്കും അക്കൗണ്ടും ഒന്നാണോ? അല്ല. ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ ജേണലാണ്. നമ്മൾ ആദ്യമായിട്ട് എഴുതി വെക്കുന്ന സ്ഥലമാണ് സെയിൽസ് ഡേ ബുക്ക്, ജേണലാണ്. അപ്പോൾ അവിടെ വരുന്നത് ഒരു 2 സൈഡഡ് എറേഴ്സ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത തെറ്റാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ സെയിൽസ് അക്കൗണ്ടിൽ മാത്രം മിസ്റ്റേക്ക് വരുത്തി. ഡേ ബുക്കിലാണെങ്കിൽ 2 അക്കൗണ്ടിനകത്ത് തെറ്റ് വരും, പക്ഷേ സെയിൽസ് അക്കൗണ്ടിലാണെങ്കിൽ ഒറ്റ അക്കൗണ്ടിൽ മാത്രമേ. സെയിൽസ് ഡേ ബുക്കിൽ എന്തുകൊണ്ടാണ് 2 അക്കൗണ്ടിൽ തെറ്റ് വരുന്നത്? സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് ജേണലാണ്. ജേണലിൽ എപ്പോഴും 2 അക്കൗണ്ടെങ്കിലും വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ജേണൽ എൻട്രി നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർത്തെടുക്കൂ, 2 അക്കൗണ്ട് അവിടെ വരും. സെയിൽസ് നടത്തുമ്പോൾ എന്തൊക്കെയാണ്? ബിനു അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്നല്ലേ വരുന്നത്? ആദ്യത്തെ കാര്യം പറയുന്നത് ബിനു അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്, അങ്ങനെയല്ലേ? അപ്പോൾ ബിനുവും സെയിൽസ് 2 അക്കൗണ്ട് അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ എഴുതാൻ വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ നിങ്ങൾ എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ ബിനു അക്കൗണ്ട് വിട്ടുപോയി, സെയിൽസ് അക്കൗണ്ടും വിട്ടുപോയി. അപ്പോൾ സെയിൽസ് ഡേ ബുക്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഡേ ബുക്കുകളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്താണ്? 2 അക്കൗണ്ടുകൾ വിട്ടുപോകുന്നത് എവിടെയാണ്? ഡേ ബുക്കുകളിലാണ്. അപ്പോൾ ഡേ ബുക്കുകൾ നിങ്ങൾ എഴുതാൻ വിട്ടുപോയെങ്കിൽ 2 അക്കൗണ്ടിനെ ബാധിക്കും അല്ലേ? അപ്പോൾ അത് 2 സൈഡ് എറേഴ്സ് ആണ്, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത തെറ്റാണ്. പക്ഷേ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ തെറ്റ് സെയിൽസ് അക്കൗണ്ടിൽ എഴുതാൻ വിട്ടുപോയി. ഡേ ബുക്കിലല്ല, അക്കൗണ്ടിൽ. അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ട് വരച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ജേണലിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്, ജേണലിൽ നിന്ന് മാറ്റി എഴുതുന്ന സ്ഥലമാണ് ഇത് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് സെയിൽസ് അക്കൗണ്ടിൽ തെറ്റ് വരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ബിനുവിൻ്റെ അക്കൗണ്ട് കറക്റ്റായിട്ട് എഴുതി കാണും. 2 അക്കൗണ്ടല്ലേ വരുന്നത്? ബിനു അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ആണ് വരേണ്ടത്. അത് സെയിൽസ് അക്കൗണ്ടിൽ മാത്രം തെറ്റുവരുത്തി അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ടിൽ എഴുതാൻ വിട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പം ഒരു സൈഡിൽ ഒറ്റ അക്കൗണ്ടിൽ മാത്രമാണ് രണ്ടാമത്തെ കേസ് മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ അവിടെ സസ്പെൻസ് അക്കൗണ്ട് വരും. അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഒറ്റ അക്കൗണ്ട് മാത്രമാണ് തെറ്റിയത് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. പിന്നെ എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ടു ബിനു 4000 ഈസ് റോങ്ലി റെക്കോർഡ് 400 ഇൻ സെയിൽസ് ഡേ ബുക്ക്. കണ്ടോ, വീണ്ടും സെയിൽസ് ഡേ ബുക്കിൽ തെറ്റാണ് പറയുന്നത്. 4000 രൂപയുടെ സെയിൽസ് 400 രൂപയായിട്ട് എഴുതി വെച്ചു. അതും ഡേ ബുക്കിൽ വന്ന തെറ്റല്ലേ? ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്ത തെറ്റല്ലേ? അപ്പോൾ അതും 2 സൈഡുണ്ട്. 2 അക്കൗണ്ടിനെ ബാധിക്കും. ബിനുവിനെയും സെയിൽസിനെയും ബാധിക്കുന്ന തെറ്റാണ്. 2 അക്കൗണ്ടിനെ ബാധിക്കുന്ന തെറ്റാണ്. ക്രെഡിറ്റ് സെയിൽസ് ബിനു 400 ഈസ് റോങ്ലി റെക്കോർഡ് 4000 ഇൻ സെയിൽസ് ഡേ ബുക്ക്. മൂന്നാമത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. 400 രൂപ വിറ്റതിന് ശേഷം 4000 എന്ന് എഴുതി വെച്ചു. അത് ഡേ ബുക്കിലാണ് അല്ലേ? ജേണലിലാണ് സംഭവിച്ചത്. ഡേ ബുക്കിലാണ്, സെയിൽസ് ഡേ ബുക്കിലാണ് സംഭവിച്ചത്, അക്കൗണ്ടിലല്ല സംഭവിച്ചത്. അപ്പോഴതും 2 സൈഡ് 2 സൈഡഡ് എറർ ആണ്, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത തെറ്റാണ്. അഞ്ചാമത് സെയിൽസ് ഡേ ബുക്ക് ഈസ് ഓവർകാസ്റ്റ് ബൈ 400. അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ സെയിൽസ് ഡേ ബുക്ക് അത് റെക്കോർഡ് ചെയ്തതിലുള്ള പ്രശ്നമല്ല. സെയിൽസ് ഡേ ബുക്ക് കൂട്ടിയെടുത്തപ്പോൾ ഓവർകാസ്റ്റ് ചെയ്തു. ഓവർകാസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൂട്ടുമ്പോൾ എമൗണ്ട് കൂടിപ്പോവുക. അതായത് എഴുതി കൂട്ടുമ്പോൾ 1000 എന്നുള്ളതിന് പകരം നിങ്ങൾ 1400 എന്ന് എഴുതി വെച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? 400 രൂപ അങ്ങ് കൂടിപ്പോയി. 1000 എന്ന് ടോട്ടൽ കറക്റ്റ് എന്ന് പറയുന്നത് 1000 ആണ്. പക്ഷേ നിങ്ങൾ എഴുതുന്നത് എത്രയാണ്? 1400 ആണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് ഓവർകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, ഡേ ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് 2 അക്കൗണ്ടിനെ ബാധിക്കും. പ്രത്യേകം ആലോചിക്കുക. എന്താണ്? ഡേ ബുക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എത്ര അക്കൗണ്ടിനെ ബാധിക്കും? 2 അക്കൗണ്ടിനെ ബാധിക്കും. പക്ഷേ ഡേ ബുക്കുകൾ കൂട്ടി എഴുതുമ്പോൾ, അതായത് സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക് എന്നിവ കൂട്ടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ഒറ്റ അക്കൗണ്ടിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. സെയിൽസ് അതായത് ആ ഡേ ബുക്കിൽ വരുന്ന ഒറ്റ അക്കൗണ്ടിനെ മാത്രമേ ബാധിക്കൂ, അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ടിന്. ഇവിടെ സെയിൽസ് ഡേ ബുക്ക് ഓവർകാസ്റ്റ് എന്ന് വെച്ചാൽ സെയിൽസ് അക്കൗണ്ടിന് മാത്രമാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. അപ്പോൾ ഡേ ബുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് 2 അക്കൗണ്ടിനെ ബാധിക്കും. പക്ഷേ ഡേ ബുക്ക് കൂട്ടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് എത്ര അക്കൗണ്ടിനെ ബാധിക്കും? ഒറ്റ അക്കൗണ്ടിനെ മാത്രമേ ബാധിക്കൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും.
ആദ്യത്തെ നമ്മൾ പറയുകയാണ് ക്രെഡിറ്റ് സെയിൽസ് ബിനു വാസ് നോട്ട് റെക്കോർഡ് ഇൻ ദി സെയിൽസ് ഡേ ബുക്ക്. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എഴുതാൻ വിട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് തിരുത്തുന്നത്? അതായത് 4000 രൂപയുടെ സെയിൽസ് വിട്ടുപോയി. നിങ്ങൾ എന്ത് ചെയ്യും? ഈ ട്രാൻസാക്ഷൻ ഡേ ബുക്കിൽ നിന്ന് വിട്ടുപോയി. ഡേ ബുക്കിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് ഇത് കംപ്ലീറ്റ് ഒമിഷനാണ് അല്ലേ? ഡേ ബുക്കിൽ എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒമിഷനാണ്, 2 അക്കൗണ്ടിനെയും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ട്രയൽ ബാലൻസിനെ ബാധിക്കുകയില്ല. ഡേ ബുക്കിൽ ഉണ്ടാകുന്ന തെറ്റുകൾ, ഡേ ബുക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴോ വിട്ടുപോകുമ്പോഴോ ഉണ്ടാകുന്ന തെറ്റുകൾ ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. ട്രയൽ ബാലൻസിനെ ബാധിച്ചില്ലെങ്കിൽ എന്ത് വേണ്ട? സസ്പെൻസ് അക്കൗണ്ട് വേണ്ട. ട്രയൽ ബാലൻസിനെ ഒരു അക്കൗണ്ടിൽ മാത്രമാണ് തെറ്റ് വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സസ്പെൻസ് അക്കൗണ്ട് വേണം. 2 അക്കൗണ്ടിനെ ബാധിക്കുന്നതാണെങ്കിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് സാധാരണഗതിയിൽ ആവശ്യമായിട്ട് വരാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഡേ ബുക്കിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി ചേർത്താൽ പ്രശ്നം കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിട്ടുപോയ കാര്യം എന്ത് ചെയ്താൽ മതി? അത് എഴുതി ചേർത്താൽ പ്രശ്നം തീരും. അപ്പോൾ ഇതെന്ത് ചെയ്യും? നിങ്ങൾ ഈ സെയിൽസ് വിട്ടുപോയതിനെ നിങ്ങൾ എഴുതി ചേർത്താൽ പോരെ? ഡേ ബുക്കിൽ വിട്ടുപോയി സെയിൽസിന് നമ്മൾ എഴുതി ചേർക്കുന്നു. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരുന്നത്? റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇത് എഴുതി ചേർക്കുന്ന എൻട്രിയാണ് റെക്ടിഫിക്കേഷൻ എൻട്രി. എന്താണ്? ബിനു അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ്. സാധനം ബിനുവിന് വിറ്റത് നമ്മൾ എഴുതാൻ വിട്ടുപോയത് നമ്മൾ എഴുതി ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ബിനുവിനെ ഡെബിറ്റ്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം അല്ലേ? ഇൻകത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആ പ്രിൻസിപ്പിൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക. എന്തൊക്കെയാണ്? ഇൻകം, അതേപോലെ തന്നെ ക്യാപിറ്റൽ, അതേപോലെ തന്നെ ലയബിലിറ്റീസ്. അത് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അതിൽ ബിനു എന്ന് പറയുന്നത് നമ്മളുടെ ഡെപ്റ്റർ ആണ്. ഡെപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണല്ലോ അല്ലേ? നമ്മുടെ ഇന്ന് കടം വാങ്ങിക്കൊണ്ട് പോകുന്ന, നമ്മുടെ ഇന്ന് സാധനം കടം വാങ്ങിക്കൊണ്ട് പോകുന്ന ആളാണ് ഡെപ്റ്റർ കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആ ബിനു അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് നമ്മൾ ആ എൻട്രി എഴുതി ചേർക്കുമ്പോൾ അവിടുത്തെ പ്രശ്നം തീരും. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുന്നു. ക്രെഡിറ്റ് സെയിൽസ് ബിനു വാസ് ഒമിറ്റഡ് ടു ബി പോസ്റ്റഡ് ഇൻ ദി സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ട്രാൻസാക്ഷൻ ഫോഴ്സ് ഇപ്പോൾ അക്കൗണ്ടിൽ നിന്ന് വിട്ടുപോയത് ഭാഗികമായിട്ടുള്ള ഒമിഷനാണ്, കംപ്ലീറ്റ് ഒമിഷൻ അല്ല. നമ്മൾ ഡേ ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചു, പക്ഷെ അക്കൗണ്ടിലേക്ക് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റി. ഏത് അക്കൗണ്ടിലാണ് മിസ്റ്റേക്ക് പറ്റി? സെയിൽസ് അക്കൗണ്ടിൽ മിസ്റ്റേക്ക് പറ്റി. എത്ര അക്കൗണ്ട് അന്നേരം ഇവിടെ ബാധിച്ചു? ഒറ്റ ഒരു അക്കൗണ്ടിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. സെയിൽസ് അക്കൗണ്ടിനെ മാത്രമാണ് ബാധിച്ചിരിക്കുന്നത്. ഡേ ബുക്കിലാണെങ്കിൽ 2 അക്കൗണ്ടിനെ ബാധിക്കും. പക്ഷേ ഇവിടെ അക്കൗണ്ട് നമ്മൾ ഡേ ബുക്ക് ആണോ ഇത്? സെയിൽസ് ഡേ ബുക്ക് ആണോ? അല്ല. സെയിൽസ് അക്കൗണ്ട് അല്ല. സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് ജേണലാണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജറാണ്, അല്ലെങ്കിൽ അക്കൗണ്ട് ആണ്. ഇപ്പോൾ ഏത് അക്കൗണ്ടിൽ മാത്രമേ തെറ്റ് പറ്റിയുള്ളൂ? സെയിൽസ് അക്കൗണ്ടിന് മാത്രമാണ് തെറ്റ് പറ്റിയത്. സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ട്രയൽ ബാലൻസിനെ ബാധിക്കുമോ? ബാധിക്കും. ഒരു അക്കൗണ്ടിനെ മാത്രമുള്ളതാണെങ്കിൽ ബാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് വേണം? സസ്പെൻസ് അക്കൗണ്ട് വേണ്ടി വരും. ഇനി ഇവിടുത്തെ ചോദ്യം ഇതാണ്, സെയിൽസ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി എന്ന് വെച്ചാൽ നിങ്ങൾ സെയിൽസ് വിട്ടുപോയി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സെയിൽസിനെ വിട്ടുപോയതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എന്താണ് വിട്ടുപോയത്? സെയിൽസ് അക്കൗണ്ടല്ലേ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയത്. നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിൽസിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ സെയിൽസിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് ചെയ്യും? സെയിൽസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സെയിൽസിനെ തിരിച്ചു കൊണ്ടുവരണം. ഈ സെയിൽസിൽ മാത്രമാണ് നിങ്ങൾ വിട്ടുപോയത്. അപ്പോൾ സെയിൽസിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ത് വരും? നമ്മളിവിടെ സെയിൽസ് അക്കൗണ്ട് വിട്ടുപോയി, അതിനെ കൊണ്ടുവരണം, സെയിൽസിനെ കൊണ്ടുവരണം. അപ്പോൾ വേറെ അക്കൗണ്ടുകളെ ബാധിക്കാതെ വേറെ ഏതെങ്കിലും അക്കൗണ്ടിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിനെ ഉപയോഗിച്ച് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. അതായത് നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെ തിരികെ കൊണ്ടുവരണം. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസിന് ക്രെഡിറ്റ് ആണല്ലോ ചെയ്യേണ്ടത് അല്ലേ? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സെയിൽസ് അക്കൗണ്ടിൽ മാത്രമാണ് മിസ്റ്റേക്ക് പറ്റിയത്. അതായത് സെയിൽസ് അക്കൗണ്ട് വിട്ടുപോയി. അപ്പോൾ നമ്മളതിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ സെയിൽസ് അക്കൗണ്ടിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ വേറെ ഏതെങ്കിലും അക്കൗണ്ടിന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. വേറെ ഒരു അക്കൗണ്ടിന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല. സെയിൽസ് അക്കൗണ്ടിന് മാത്രമാണ്, ഒറ്റ അക്കൗണ്ട് മാത്രമേ തെറ്റ് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എൻട്രി എഴുതാം, പക്ഷേ 2 സംഗതികൾ വേണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ റെക്ടിഫൈ ചെയ്യുന്നത്? സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യും. അപ്പോൾ വേറെ അക്കൗണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ ഏത് അക്കൗണ്ട് എടുക്കും? സസ്പെൻസ് അക്കൗണ്ട് എടുക്കും. കാരണം സെയിൽസ് അക്കൗണ്ട് മാത്രമേ തെറ്റിയുള്ളൂ. സെയിൽസ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ തിരികെ കൊണ്ടുവരണം. സെയിൽസിന് നമ്മൾ സാധാരണ ഇത് കൂടുമ്പോൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുന്നത് അല്ലേ? സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സെയിൽസ് ഇവിടെ കൂടുകയാണ് വേണ്ടത്. അപ്പോൾ സെയിൽസിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. വേറെ അക്കൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സസ്പെൻസ് അക്കൗണ്ട് വരും അല്ലേ? ഇനി അടുത്ത നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ടു ബിനു 4000 ഈസ് റോങ്ലി റെക്കോർഡഡ് as 400 ഇൻ സെയിൽസ് ഡേ ബുക്ക്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ അക്കൗണ്ടിലാണോ തെറ്റ് പറ്റിയത്?
അക്കൗണ്ടിലാണോ? സെയിൽസ് അക്കൗണ്ടിലാണോ? അല്ല, സെയിൽസ് ഡേ ബുക്കിലാണ്. ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റ്. ഡേ ബുക്ക് റെക്കോർഡ് ഉണ്ടാകുന്ന തെറ്റ് നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കൂ? ഇല്ല, കാരണം 2 അക്കൗണ്ടിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ട്രയൽ ബാലൻസിനെ അത് ബാധിക്കില്ല. അപ്പം എന്താ ഇവിടെ സംഭവിച്ചത്? 4000 രൂപയുടെ വിൽപ്പന 400 രൂപ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ 4000 രൂപയുടെ സെയിൽസിന് നിങ്ങൾ എന്താ ചെയ്തേ? 400 എന്ന് സെയിൽസ് ഡേ ബുക്കിൽ എഴുതി വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ഇതാണ്, നമ്മൾ ചെയ്ത കാര്യം ഇതാണ്, നമ്മൾ എഴുതിയ തെറ്റിതാ. ബിനു അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ 4000 വരെ എത്ര എഴുതി വെച്ചു? 400 എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഡേ ബുക്കിൽ എഴുതുന്ന റെക്കോർഡ് ചെയ്യുന്ന തെറ്റ് നമ്മളെ ബാധിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് തീർച്ചയായിട്ടും വരത്തില്ല. അപ്പോൾ നമ്മൾ എഴുതിയത് ഇതാണ്, ബിനു അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്ന് പറഞ്ഞ് 400 എഴുതി വെച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ എത്രയാണ് എഴുതേണ്ടത്? നമ്മൾ എഴുതേണ്ടത് യഥാർത്ഥത്തിൽ 4000 അല്ലേ? ബിനു അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്ന് പറഞ്ഞ് 4000 എഴുതേണ്ടത്, പക്ഷേ നമ്മൾ എഴുതി വെച്ചത് 400. നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് ഇതെങ്ങനെയാണ് നമ്മൾ തിരുത്തുക? ബിനുവിനെയും സെയിൽസിനെയും കൂട്ടിയാൽ ആ എമൗണ്ട് ഒന്ന് കൂട്ടി എഴുതിയാൽ പോരെ? വ്യത്യാസം നമ്മൾ എഴുതി ചേർത്താൽ പോരെ? എത്രയാണ് ഇവിടെ വ്യത്യാസം വന്നത്? ബിനു ഇനി ഒരു 3600 കൂടണം, അതേപോലെ സെയിൽസ് 3600 കൂടണം. അതായത് 4000 മൈനസ് 400 എത്ര രൂപയുടെ കുറവാണ് വന്നേ? 3600 രൂപയുടെ കുറവാണ് വന്നത്. അപ്പോൾ ബിനുവിന് 3600 കൂട്ടണം, സെയിൽസ് 3600 കൂടണം. അപ്പോൾ ഇതേ എൻട്രി തന്നെയാണ് വരുന്നത്. കാരണം സെയിൽസ് അക്കൗണ്ട് കൂടുമ്പോൾ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ്, ബിനു അക്കൗണ്ട് നമ്മൾ ഡെപ്റ്ററാണ്, ഡെപ്റ്റർ വീണ്ടും കൂടുമ്പോൾ ഡെപ്റ്ററിന് ഡെബിറ്റ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ വരുന്നത്? ബിനു അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് 3600. എത്രയും കൂടെ വേണം? 3600 കൂടണ്ടേ? ബിനു 3600 കൂടണം, സെയിൽസ് 3600 കൂടണം. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുന്നത്. ഇത് വളരെ സിമ്പിൾ ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം സെയിൽസ് 3600 കൂടണം, സെയിൽസിന് ക്രെഡിറ്റ്, ബിനു 3600 കൂടണം. ഇനി നമ്മൾ 4ാമത്തെ റെക്ടിഫിക്കേഷൻ എൻട്രിയിലേക്ക് പോവുകയാണ്. ക്രെഡിറ്റ് സെയിൽസ് ബിനു 400 ഈസ് റോങ്ലി റെക്കോർഡ് 4000 ഇൻ സെയിൽസ് ബുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് എന്താണെന്നറിയാമോ? 400നെ 4000 എന്ന് എഴുതി. ഇവിടെ ഡേ ബുക്കാണ്, സെയിൽസ് അക്കൗണ്ടിലല്ല, സെയിൽസ് ഡേ ബുക്കിലാണ് തെറ്റ് പറ്റിയത്. അപ്പോൾ 2 അക്കൗണ്ടിനെ ഇത് ബാധിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എഴുതിയ എൻട്രി ആദ്യമേ നമ്മൾ നോക്കേണ്ടത് 4000നെ 400 എഴുതി. അപ്പോൾ എന്താണ് നമ്മൾ എഴുതിയത്? നമ്മൾ എഴുതിയ തെറ്റെന്താണ്? ബിനു അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞ് 4000 എഴുതി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? 400 എഴുതേണ്ടത്, അതിന് പകരം 4000 എഴുതി. അപ്പോഴെന്താണ് സംഭവിച്ചത്? നമ്മളുടെ സെയിൽസ് ആവശ്യമില്ല നമ്മൾ കൂട്ടി അല്ലേ? 400നെ 4000 എഴുതി. അപ്പോൾ സെയിൽസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സെയിൽസിനെ കുറയ്ക്കണേ എന്ത് ചെയ്യണം? സെയിൽസിനെ കൂടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്യേണ്ടി വരും അല്ലേ? സെയിൽസിനെ ഡെബിറ്റ് ചെയ്താൽ സെയിൽസ് കുറയും. അപ്പോൾ നമുക്ക് 3600 രൂപ കുറയ്ക്കണം, കാരണം 4000 നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ബിനു എന്ന് പറയുന്ന ഡെപ്റ്ററിനെയും കുറയ്ക്കണം. ഡെപ്റ്ററിനെ കുറയ്ക്കണേ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റാണ്, അങ്ങനെയാണെങ്കിൽ കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസിനെയും കുറയ്ക്കണം, അപ്പോൾ സെയിൽസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ബിനു അക്കൗണ്ടിനെയും നമ്മൾ കുറയ്ക്കണം, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്, എത്ര രൂപയാണ് കുറയ്ക്കേണ്ടത്? 4000ൽ നിന്ന് 400 കുറച്ചതിന് ശേഷം 3600 രൂപ നമ്മൾ കുറയ്ക്കണം. 3600 രൂപ സെയിൽസിനും കുറയണം, അതേപോലെ തന്നെ എന്തും വേണം? ബിനു അക്കൗണ്ടിലും 3600 കുറയണം. ഇതാണ് നമ്മളുടെ റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ 2 അക്കൗണ്ടിലും കുറഞ്ഞു, സെയിൽസ് അക്കൗണ്ടിലും ബിനു അക്കൗണ്ടിലും കുറഞ്ഞു. ഇനി 5ാമത്, സെയിൽസ് ഡേ ബുക്ക് ഈസ് ഓവർകാസ്റ്റ് ബൈ 400. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും ഡേ ബുക്ക് കൂട്ടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന എറർ നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും. ഓവർകാസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ തുകയേക്കാൾ കൂടിയ തുക എഴുതുക. അവിടെ സെയിൽസ് ഡേ ബുക്കിൽ 400 ഓവർകാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡേ ബുക്ക് യഥാർത്ഥ തുകയേക്കാൾ 400 രൂപ അധികമായി കൂട്ടി എഴുതി. അതായത് 1000 രൂപയാണെങ്കിൽ നിങ്ങൾ എത്ര എഴുതി? 1400 എന്ന് എഴുതി. 1000 കൂട്ടി എഴുതേണ്ട സ്ഥലത്ത് 1400 എന്ന് എഴുതി. എന്ന് വെച്ചാൽ ഇവിടെ 400 രൂപ യഥാർത്ഥത്തിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒറ്റ അക്കൗണ്ട് മാത്രമേ സെയിൽസ് ഡേ ബുക്ക് എന്ന് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് സെയിൽസ് അക്കൗണ്ടിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. സെയിൽസ് ഡേ ബുക്ക് കൂട്ടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ഏതിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ? സെയിൽസ് അക്കൗണ്ടിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അതായത് സെയിൽസ് അക്കൗണ്ട് കൂടിപ്പോയി. റെക്കോർഡ് ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്ക് ആയിരുന്നു 2 അക്കൗണ്ടിനെ ബാധിച്ചേനെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡേ ബുക്ക് കൂട്ടി എഴുതുമ്പോഴുള്ള മിസ്റ്റേക്ക് ഒറ്റ ഒരു അക്കൗണ്ടിനെ ബാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സെയിൽസ് അക്കൗണ്ടിനെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് കുറയ്ക്കണം. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണല്ലോ. കൂട്ടാനാണെങ്കിൽ നമുക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ റെക്ടിഫിക്കേഷൻ റേറ്റ് എങ്ങനെ വരും? കുറയ്ക്കണം. അപ്പോൾ സെയിൽസിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. സെയിൽസിനെ ഡെബിറ്റ് ചെയ്താലേ കുറയത്തുള്ളൂ. വേറെ അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? സെയിൽസ് അക്കൗണ്ട് മാത്രമാണ് മിസ്റ്റേക്ക് പറ്റിയത്.
അപ്പോൾ നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസിനെ എന്ത് ചെയ്യണം? സെയിൽസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ സസ്പെൻസ് അക്കൗണ്ടിനെ, അപ്പോൾ ഇവിടെ ഒറ്റ ഒരു അക്കൗണ്ട് മാത്രമേ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നു അല്ലേ. ഒറ്റ അക്കൗണ്ട് മാത്രമേ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുകയും വേറെ അക്കൗണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയുമാണ് വേണ്ടത്. വേറെ അക്കൗണ്ടൊന്നുമില്ല. അപ്പം റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ വരും? സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പം ഡേ ബുക്കുകൾ ഓവർകാസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒറ്റ അക്കൗണ്ടിനെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ അഞ്ചാമത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുന്നത്. ഓക്കെ.